KLCA ഭാരവാഹികളെ, KLCWA ഭാരവാഹികളെ, TMF-ന്റെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, KCYM ഭാരവാഹികളെ, വിവിധ സംഘടനകളെയും വിവിധ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധാനം ചെയ്ത ഈ സെക്രട്ടേറിയറ്റ് നിയമസഭ കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ദുഃഖവും പ്രതിഷേധവും ഒക്കെ ശക്തമായി പ്രകടിപ്പിക്കുവാനായിട്ട് ഈ മയ്യപ്പെട്ടി നിയമസഭ സമ്മേളിച്ചിരിക്കുന്ന ആ സമ്മേളന ഹാളിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ, അദ്ദേഹം തൻ്റെ കുടുംബം പുലർത്തുവാനായി, 3 മക്കളുള്ള കുടുംബം പുലർത്തുവാനായി ഇന്നലെ വൈകുന്നേരം കടലിൽ പോയതാണ്. അദ്ദേഹത്തോടൊപ്പം ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് തുടങ്ങിയ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുമ്പോൾ ഏകദേശം വെളുപ്പിന് 1:30 മണിക്ക് കടലടിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ കടലിൽ കാണാതായി മത്സ്യത്തൊഴിലാളികൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തെരച്ചിൽ നടത്തി കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയുന്നത്. ആ കരുത്തനായ, തൻ്റെ ജീവൻ തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് തൻ്റെ ജീവിതം പുലർത്തുവാനായി സമർപ്പിച്ച ആ സ്നേഹധനനായ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരവുകളും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മരണങ്ങൾ ആവർത്തിച്ച് നടന്നാലും കണ്ണു തുറക്കാത്ത കുറേ ഭരണാധികാരികൾ, അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. ഈ അടുത്ത കാലത്തും ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രി അദ്ദേഹം വെള്ളയമ്പലത്ത് വന്ന് ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. നമുക്കറിയാം, 2022 ഡിസംബർ മാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരം സമാപിക്കുമ്പോൾ നമുക്ക് 7 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിൽ സുപ്രധാനമായൊരു വാഗ്ദാനം മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പരിഹരിക്കും, അവിടെ ആവശ്യത്തിന് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ടാക്കും, വെളിച്ചം ഉണ്ടാകും, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുമെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി പത്രമാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ 7 കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യും, അവിടെ ഇനിയും അപകടം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പുവരുത്താം എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിരുന്നു. നമുക്കറിയാം, ഈ നമ്മുടെ വിഴിഞ്ഞത്തെ സമരത്തിന് ശേഷം കേരള സർക്കാർ ഈ മുതലപ്പുഴയുടെ അശാസ്ത്രീയമായ നിർമ്മാണവും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാനായിട്ട് പൂന കേന്ദ്രീകരിച്ചിട്ടുള്ള WPRS, പൂനെ വാട്ടർ ആൻഡ് പവർ റിസർച്ച് ഏജൻസി, ആ ഏജൻസിയെക്കുറിച്ച് പഠിച്ച് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ പഠനം പൂർത്തിയായപ്പോൾ നമ്മൾ പത്രത്തിൽ കണ്ടപ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി. കേരള സർക്കാർ കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി 50 കോടിയുടെ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ഇത് പരിശോധിച്ചിട്ട് ഇത് മൂക്കിൽ പൊടിയിടാൻ പറ്റുന്ന സാമ്പത്തികം പോലുമില്ല. കേന്ദ്ര സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും
ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് 164 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമായിട്ട് വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തോടനുബന്ധിച്ച് അന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിച്ച പദ്ധതി രേഖ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് വളരെ അശാസ്ത്രീയമാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലായി. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു, ഇനിയും ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ പരിചയസമ്പന്നരായ കടൽ ശാസ്ത്രമറിയുന്ന നാട്ട് അറിവുകളുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടെ പങ്കെടുപ്പിച്ച് വേണം ഈ ഡിസൈൻ തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ബഹുമാന്യനായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയർ വെള്ളയമ്പലത്ത് വന്നിരുന്നു. ആ നിർമ്മിച്ച് നൽകിയിരുന്ന ഡിസൈനിൽ കണ്ടത് ഈ പുലിമുട്ടുകൾക്ക് മുകളിൽ ഒരു നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ആ നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തെറ്റായ നിഗമനങ്ങൾ വച്ചുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം അറബിക്കടലിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ വടക്ക് നിന്ന് തെക്കോട്ടാണ് മണ്ണ് നീങ്ങുന്നത്. നിങ്ങളിന്ന് ശംഖുമുഖത്ത് പോയി തീർന്നാൽ ശംഖുമുഖത്ത് കടൽ തീരമില്ല. അവിടെ ഉണ്ടായിരുന്ന മണൽ മുഴുവനും വിഴിഞ്ഞം ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ മുതലപ്പുഴയിൽ നിന്ന് മണലെല്ലാം തെക്കോട്ടാണ് പോയത്. എന്നിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിൽ സാവകാശം അത് മടങ്ങി വരും. ഇത് പറഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുക. മാധ്യമങ്ങൾ ആവശ്യപ്പെടണം. ധീരമായിട്ട് നടത്തിയ പഠനം ഇനിയും കണ്ണിൽ പൊടിയിടുന്ന ഒരു പഠനമായി മാറരുത്. മുതലപ്പുഴയിൽ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാക്കി മാറ്റി ഈ വർഷകാലം സമാപിക്കുമ്പോൾ പണി ആരംഭിക്കണം. ആ പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയോടും ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധികളോടും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അദാനിയുടെ വലിയ ഡ്രഡ്ജർ ഇവിടെ വിഴിഞ്ഞത്ത് കിടപ്പുണ്ടായിരുന്നു. അദാനിയുടെ ഒരു വാഗ്ദാനമാണ് 2018 മുതൽ 23 വരെ ഈ ഭാഗത്ത് 7 മീറ്റർ ആഴത്തിൽ മണലെടുത്ത് മാറ്റാമെന്ന്. അങ്ങനെ വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ചിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് അവിടുത്തെ മണൽ മാറ്റാമായിരുന്നു. അത് അദാനിക്ക് വേണ്ടി അവിടെ 150ഓളം മീറ്റർ പുലിമുട്ട് പൊളിച്ചതിൻ്റെ ഭാഗമായി ടെട്രോപാഡുകളും പാറകളും മണലുമൊക്കെ അടിഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനിന്നൊരു മറ്റൊരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അദാനിയുടെ ഉത്തരവാദിത്വമായിട്ട് ഈ പ്രശ്നങ്ങളെ കാണണം. 2018 മുതൽ മുതലപ്പുഴയിലുണ്ടായിരുന്ന എല്ലാ മരണങ്ങളുടെയും എല്ലാ അപകടങ്ങളുടെയും ഉത്തരവാദി അദാനിയായി മാറണം. എന്നിട്ട് അദാനിയെ കൊണ്ട് മരണപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും തത്തുല്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. വെറും 5 ലക്ഷവും 10 ലക്ഷവും അല്ല. നമുക്കറിയാം, ഒരു കുടുംബം പുലർത്താനുള്ള തുക നൽകണം. അതുപോലെ തന്നെ ധാരാളം മത്സ്യബന്ധന യാനങ്ങൾ നമുക്കറിയാം. ഇന്ന് അവിടെ ചെന്ന് കയറുന്നാൽ നമുക്കറിയാം, ഇന്നലെ വെളുപ്പിന് മടങ്ങി വന്ന മത്സ്യബന്ധന യാനം തകർന്ന് തരിപ്പണമായി കടലിൽ കിടക്കുകയാണ്. ആ മത്സ്യബന്ധന യാനത്തിന് പുതിയ മത്സ്യബന്ധന യാനം വാങ്ങിക്കാനുള്ള തുക, ആ മത്സ്യബന്ധന യാനത്തിലുണ്ടായിരുന്ന മറ്റ് വലകളുടെയും ഉപകരണങ്ങളുടെയും തുക, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം. അത്തരം നിലപാടുകൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അദാനി നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നത്. ഈ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന അദാനിയുടെ നിലപാട് ഒട്ടും സ്വീകാര്യമല്ല. പൊതുജനങ്ങൾ, നമുക്കറിയാം, ഇവിടെ അദാനിയുടെ പോർട്ടിലേക്ക് കൊണ്ടുപോയ പാറകൾ കൊണ്ടുപോയ ടിപ്പർ ഇടിച്ച് പല മരണങ്ങൾ നടന്നു. പലതും പുറത്തു വന്നില്ല. 2 മരണങ്ങൾ നടന്നപ്പോൾ ചുണക്കൂട്ടന്മാരായ പൊതുസമൂഹം ഏറ്റെടുത്തു. 1 കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പത്രത്തിൽ കണ്ടത്. അപ്പം അതുപോലെ തത്തുല്യമായ നഷ്ടപരിഹാരം നൽകുവാനായിട്ട് അദാനി മുന്നോട്ട് വരണം. അദാനിയെ കൊണ്ടത് ജയിക്കുവാനും അതോടൊപ്പം സർക്കാർ ഇടപെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹകരണത്തോടുകൂടി ഈ 164 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിൽ അത് പൊതുജനമധ്യത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് ശാസ്ത്രീയമായി മുതലപ്പുഴയിലെ അപകടസ്ഥിതി മാറ്റുവാനും മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്താനുള്ള സൗകര്യമുണ്ടാക്കണം.
ഈ അടുത്ത ദിവസങ്ങൾ വീണ്ടും കൈവിട്ടു പോയ കളി പോലെ നമ്മുടെ ഫിഷറീസ് മന്ത്രി പറഞ്ഞത് മുതലപ്പുഴ അടച്ചിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് നിർമ്മിച്ചത്? ഇത് നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം തന്നെ ഈ വർഷകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ സമയത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് ശിഷ്ടകാലം മുഴുവനും കഴിയാനുള്ള മത്സ്യം പിടിക്കാനുള്ള അവസരം. അങ്ങനെ അത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ അദാനിയുടെ ഡ്രഡ്ജർ ഉണ്ടായിരുന്നു. ഡ്രഡ്ജർ ഉള്ളപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധിയെ വിളിച്ചു പറഞ്ഞു, സർ സമയം വൈകിയിട്ടില്ല, 2 ദിവസം മതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പത്രത്തിൽ വാർത്ത വന്നു, വിദേശത്ത് നിന്ന് ഒരു ടഗ് വന്നിരിക്കുന്നു അദാനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഡ്ജർ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അദാനി നമ്മുടെ ഭൂമിയിൽ നമ്മുടെ സ്ഥലത്ത് സ്വൈരമായി വിഹരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ ഭൂമിയും സ്വത്തും ജീവിതവും സംരക്ഷിക്കാമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തൊട്ട് വാഗ്ദാനം ചെയ്ത ഭരണാധികാരികളൊക്കെ സങ്കോചത്തോടുകൂടി ഇങ്ങനെ കൂച്ചുവിലങ്ങിട്ട ആളുകളെ പോലെ നിൽക്കുകയാണ്. അത് ഒരിക്കലും സാധ്യമല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അടിയന്തരമായി കേരള സർക്കാർ നിയമസഭ നിർത്തിവച്ച ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യണം. കേന്ദ്ര സർക്കാരിൽ ഒരു ഫിഷറീസ് മന്ത്രി പുതുതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകരണം, കേരള സർക്കാരിൻ്റെ സഹകരണം, പ്രതിപക്ഷത്തിൻ്റെ സഹകരണം, മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം, സാങ്കേതിക വിദഗ്ധരുടെ സഹകരണം, അദാനിയുടെ സഹകരണം എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാനായിട്ട് കേരള നിയമസഭ നിർത്തിവെച്ച അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സർക്കാർ മുന്നോട്ട് വരാത്ത പക്ഷം വരും നാളുകളിൽ, നേരത്തെ ബിജു സൂചിപ്പിച്ചു, വരും നാളുകളിൽ ചുണക്കുട്ടന്മാരായ മത്സ്യത്തൊഴിലാളികൾ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വരും. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും. അതിലേക്ക് വഴി തിരിച്ചു വിടരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുവാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്